ഹാവൂ എത്ര നാളായി ഇങ്ങനെ ഓടിക്കളിച്ചിട്ട്. എന്റെ ഗംഭീരെ, നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്ന തന്നെ കുറഞ്ഞു. പിന്നെ എങ്ങനെയാ ഓടിക്കളിക്കാൻ പറ്റുന്നേ? വാ വാ മോട്ടു, നമുക്ക് നിർത്താം. വയ്യ, മടുത്തു. മോട്ടു ഒന്ന് നോക്കിയേ, എന്ത് ഭംഗിയുള്ള സ്ഥലം. അതെ അതെ, ഇതുപോലൊരു സ്ഥലം നമ്മുടെ കാറ്റാടിമല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് കളിക്കാമായിരുന്നു. ഗംഭീരെ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഇതുപോലത്തെ ഒരു കളിസ്ഥലം നമുക്ക് കാറ്റാടിമലയിൽ ഉണ്ടാക്കിയെടുത്താലോ? സംഗതി വളരെ രസമുള്ള കാര്യമാണ്. കാറ്റാടിമലയിൽ ഇതുപോലൊരു ഇടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? എന്റെ ഗംഭീരെ, അതല്ലേ ഞാനൊരു ഐഡിയ പറയാന്ന് പറഞ്ഞത്. അല്ല, എന്താ നിന്റെ ഐഡിയ? നമ്മുടെ കാറ്റാടിമലയിലെ ഇലക്ഷനില് ഈ വട്ടം ജയിച്ചിരിക്കുന്നത് പപ്പീസ് അല്ലേ? നമുക്ക് അവനോട് പറഞ്ഞാലോ? പറഞ്ഞു നോക്കാം. നടക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. അതെന്താ നടക്കാത്തത്? നമ്മുടെ വനപ്രതിനിധികൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ നിലകൊള്ളേണ്ടത്? അതൊക്കെ പണ്ട്. ഇന്ന് അവർ നിലകൊള്ളുന്നത് അവരെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. എന്തായാലും ഗംഭീരെ, ആശാനോട് പറഞ്ഞു നോക്കാം. ആശാൻ ഒരു കാര്യം പറഞ്ഞാ പപ്പീസ് അത് തള്ളിക്കളയില്ല. മോട്ടു, എങ്കിൽ വേഗം വാ, ഇപ്പൊ തന്നെ പോയി ആശാന്റെ അടുത്ത് പോയി കാര്യം പറയാം. അതെ, നല്ല കാര്യം, ലേറ്റ് ആക്കരുത്. അങ്ങനെ ഇവിടെ എത്തി. മോട്ടു, ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാം. മോട്ടു, എന്തോ? എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ കാറ്റാടിമലയിൽ ഒത്തിരി കളിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അതെയോ? കാലം മാറിയപ്പോൾ കളിസ്ഥലങ്ങളെല്ലാം കൃഷിയിടങ്ങളായി മാറി. അതുകൊണ്ട് മോട്ടുവും ഗംഭീറും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ നല്ലതാ. ഈ കാറ്റാടിമലയ്ക്ക് ആവശ്യമുള്ള കാര്യവുമാണ്. ആശാന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇടപെടൽ ഉണ്ടായാൽ കളിസ്ഥലം ഇവിടെ ഉണ്ടാവും. അത് ശരിയാ. ഞാൻ നല്ലതുപോലെ ശ്രമിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്റെ ആശാനെ, ആശാനെ പക്ഷേ പക്ഷേ എന്ന് പറയുമ്പോ അത് നടക്കാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം, അല്ലേ ഗംഭീരെ? മോട്ടു, കളിസ്ഥലം വേണമെന്നുള്ളത് ഈ നാടിന്റെ ആവശ്യമാണെന്ന് നിങ്ങളെ പോലെ എനിക്കും അറിയാം. പക്ഷേ അതെങ്ങനെ പപ്പീസിനോട് പറയുമെന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതെന്താ? ആശാനിത് എന്താ പറയുന്നത്? പപ്പീസ് ഈ കാറ്റാടിമലയുടേതല്ലേ? ഈ കാറ്റാടിമലയുടെ എല്ലാമായ ആശാൻ പറഞ്ഞ അവൻ കേൾക്കാതിരിക്കോ? കേൾക്കുന്നേ. ദേ ഗംഭീരെ, മോട്ടു, പ്രശ്നം അതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പപ്പീസ് മത്സരിച്ചപ്പോൾ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്തത് പപ്പീസിനായിരുന്നില്ലല്ലോ, അത് പീലിയെ ആയിരുന്നില്ലേ? അല്ലെങ്കിലും കുറച്ചു നാളായി ആശാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോകുന്നുണ്ട്. മോട്ടു, ആശാന്റെ തീരുമാനം ഒരു മണ്ടൻ തീരുമാനമായിരുന്നു. ഗംഭീരെ, നീ ഇത് എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നേ? അന്ന് പപ്പീസിനെക്കാളും എന്തുകൊണ്ടും മെച്ചം പീലി തന്നെയായിരുന്നു. അല്ല മോട്ടു, കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് നീ എപ്പോഴെങ്കിലും പീലിയെ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാണ് പീലിയെ കാണാൻ പറ്റാ? ആ സമയങ്ങളില് പീലി മുത്തപ്പമലയിൽ പഠിക്കാൻ പോയിരിക്കുകയായിരുന്നില്ലേ? അതെല്ലാം ഇലക്ഷന് മുമ്പുള്ള കാര്യം. ഇലക്ഷനിൽ നമ്മൾ രഹസ്യമായി പീലിയെയാണ് പിന്തുണച്ചത്. പക്ഷെ പപ്പീസ് കുറിഞ്ഞുമലയിൽ പോയി നല്ലതുപോലെ വർക്ക് ചെയ്തു. അവൻ അവിടെ നിന്ന് നല്ല വോട്ടും കിട്ടി. അതിനാൽ അവൻ വിജയിക്കുകയും ചെയ്തു. നമ്മൾ പിന്തുണച്ചത് പീലിയെയാണെന്ന് അവൻ അറിയുകയും ചെയ്തു. അതുകൊണ്ട് അവനോടൊരു കാര്യം ആവശ്യപ്പെടാൻ ആശാന് ചെറിയ ചമ്മലുണ്ട്, അല്ലേ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ പോയി അവന്റെ അടുത്ത് കാര്യം പറയാം. കളിസ്ഥലം വേണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായി പോയില്ലേ? അങ്ങനെയൊന്നും വേണ്ട. ഞാനൊന്ന് ആലോചിച്ച് വേണ്ടതുപോലെ കാര്യങ്ങൾ നടത്തിക്കൊള്ളാം. ഇപ്പോൾ നിങ്ങൾ പോയിക്കൊള്ളൂ. പപ്പീസിനെ കണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളാം. നിങ്ങൾ ചെല്ലേ. ശരി ആശാനെ. നമുക്ക് പോവാം. ആശാനെ, ഞങ്ങൾ പോവാണ്. നോക്കിയട കവിലെ, ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചപ്പോഴേക്കും എനിക്ക് കിട്ടിയ നിവേദനങ്ങളാ ഇതൊക്കെ. എന്നിട്ട് പപ്പീസിന്റെ പ്ലാൻ എന്താണ്? ഇതെല്ലാം നടത്തി കൊടുക്കാൻ പോവാണ്. കവിലെ, ഇത്ര കാലം നീ എന്നെ എടാന്നും പപ്പീസും എന്നൊക്കെ വിളിച്ചു. മേലാൽ നീ എന്നെ സാറേ എന്ന് ചേർത്ത് വിളിക്കണം. എന്നാലേ മറ്റുള്ളവരും അങ്ങനെ വിളിക്കൂ. ശരി പപ്പീസേ. അല്ല പപ്പി സാറേ.
പപ്പി സാറ് ദേ അങ്ങോട്ട് നോക്കി, അതാരെ വരണത് മനസ്സിലായോ? എ, അത് നമ്മുടെ ആശാനല്ലേ? ആ ആശാൻ തന്നെ. ദേ പപ്പി സാറ്, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ആശാനാണ്. അതുകൊണ്ട് തന്നെ ആശാൻ പറഞ്ഞ ഒരു കാര്യവും നീ ചെയ്തു കൊടുക്കരുത്, കേട്ടോ പപ്പീസേ? അല്ല പപ്പി സാറേ. അതൊക്കെ എന്റെ മനസ്സിലുമുണ്ട്. എന്നാലേ ഞാൻ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. ഞാനിപ്പോ വരാം. ഓ ശരി. യെസ് കമീൻ. അല്ല ഇതാര്? വമ്പൻ സാറോ? ഇരി. കുറച്ച് നാളായാലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ പീലിക്ക് സുഖമാണോ? അതിപ്പോ സുഖം ആണെന്ന് കരുതുന്നു. ഓ, അതെന്താ വമ്പൻ സാറേ ഒരു കരുതുന്നു എന്നൊക്കെ? ഈ ഇലക്ഷന് നിങ്ങൾ പീലിയെയും പൊക്കിപ്പിടിച്ചാണല്ലോ നടന്നത്. എന്നിട്ടിപ്പോ പീലിയെ അങ്ങ് ഉപേക്ഷിച്ചോ? പപ്പീസേ, എലക്ഷൻ എന്നൊക്കെ പറയുന്നത് തന്നെ രണ്ടുപേരിൽ ഒരാളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. വമ്പൻ സാറിന്റെ ആ വാദം കാലക്കി. ഒരു ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച എന്നോട് തന്നെ വമ്പൻ സാർ ആ വാദം പറയണം. അങ്ങനെയല്ല പപ്പീസേ, പീലി ആദ്യമായി വന്ന് എന്നോടൊരു സഹായം ചോദിച്ചു. ഞാനത് ചെയ്യാമെന്നേറ്റു. അതാണ് അന്ന് സംഭവിച്ചത്. ഒരു നിലയ്ക്ക് അത് നന്നായി. അതുകൊണ്ട് കാറ്റാടി മലക്കാരോട് എനിക്ക് അധികം കമ്മിറ്റ്മെന്റ് ഒന്നും വേണ്ടല്ലോ. പപ്പീസേ, അത് പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനാ ഞാൻ വന്നിരിക്കുന്നത്. എന്താ വമ്പൻ സാറേ, എന്താ പറയാനുള്ളത്? പറയ്. പപ്പീസേ, നീ എന്നെ ആശാനെന്ന് വിളിച്ചാ മതി. പണ്ടും അങ്ങനെ തന്നെയല്ലേ വിളിച്ചിരുന്നത്? ദേ ആശാനെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേ താങ്കൾ പീലിയെ പിന്തുണയ്ക്കുക വഴി എന്റെ ശത്രുവായി മാറി. എതിരാളികളോടുള്ളൊരു ബഹുമാനം കൊണ്ടാണ് താങ്കളെ ഞാൻ സാറേന്ന് വിളിക്കുന്നത്. അതൊക്കെ പോട്ടെ, സാറിപ്പോ വന്ന കാര്യം പറ. കാറ്റാടിമലയിലെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു കളിസ്ഥലം വേണം. അതാണ് ആവശ്യം. ദേ, ഈ പരാതിയിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ പീലി ജയിച്ചാലേ ഒരു കളിസ്ഥലം ഉണ്ടാക്കി തരുമെന്നോ സ്റ്റേഡിയം പണിയുമെന്നോ എന്നൊക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പപ്പീസേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ അതും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. സാറ് ചെല്ല്, ഞാൻ ഇതൊന്ന് പഠിക്കട്ടെ. ശരി, ആയിക്കോട്ടെ. കളിസ്ഥലം, അതും കാറ്റാടി മലക്കാർക്ക് കിട്ടിയത് തന്നെ. ആശാൻ പോയി? പിന്നെ ഓ, ആശാനൊക്കെ പോയി. ആശാനൊന്ന് കാണാൻ പറ്റിയില്ലേട്ടാ. അല്ലെങ്കിലും ഈ കാറ്റാടി മലക്കാർക്ക് ഇന്ന് ആശാനോട് തന്നെയാ സ്നേഹം. നന്ദിയില്ലാത്ത വർഗങ്ങള്. അതേ പപ്പീസേ, കഴിഞ്ഞ ഇലക്ഷനിലേ ഞാൻ നിന്നെ സഹായിച്ചില്ലെങ്കിൽ നീ ഇരുന്നിരുന്നോടത്തേ പീലി വന്നിരുന്നേനെ. നല്ല രസമുള്ള പഴല്ലേ? ഇങ്ങനെ കല്ലെറിഞ്ഞ് കളിക്കാൻ നല്ല രസമുണ്ട്. നിങ്ങൾ എവിടെ നിൽക്കാണോ? ആശാനെ, ഞങ്ങളുടെ ഗ്രൗണ്ടിന്റെ കാര്യം പപ്പീസുമായിട്ട് സംസാരിച്ചോ? മോട്ടു, പപ്പീസ് ആകെ മാറിപ്പോയി. അവനിപ്പോൾ കാറ്റാടി മലയിലെ പഴയ പപ്പീസ് അല്ല, വലിയ വനപ്രതിനിധിയായി മാറിപ്പോയി. അപ്പോ ആശാൻ പോയിട്ടും കാര്യങ്ങളൊന്നും ശരിയായില്ലല്ലേ? ഗംഭീർ പറഞ്ഞത് ആ സത്യം. എന്റെ വാക്കുകൾക്ക് അവൻ പുല്ലുവില കൽപ്പിച്ചില്ല. ആശാനെ, ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മോട്ടു, ഒരു കളിസ്ഥലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തെറ്റില്ല. പക്ഷേ പപ്പീസിനോട് പോയി ചോദിക്കണ്ട. അത് ചോദിച്ചുകൊണ്ട് ഒരു ഗുണവുമില്ല. പകരം ഒരു കളിസ്ഥലം ഉണ്ടാക്കാൻ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കൂ.
എന്നാ ഞാൻ പോകട്ടെ. ശരി ആശാനെ. ആശാനെ ശരി. പാവ ആശാൻ. മോട്ടു, എന്തോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഗംഭീരേ, കളിക്കാൻ കുറച്ച് സ്ഥലം എന്നതാണ് നമ്മുടെ ആവശ്യം. അതെ, നമ്മൾ ആ കാര്യം പപ്പീസിന്റെ അടുത്ത് പോയി പറയുന്നു. മോട്ടു, ആശാൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തവൻ നമ്മൾ പറഞ്ഞാ കേൾക്കുമോ? ഗംഭീരേ, ആശാൻ പപ്പീസിന് എതിര് നിന്നതുകൊണ്ട് മാത്രമാണ് പപ്പീസ് ഈ ഉടക്ക് വെച്ചിരിക്കുന്നേ. നമ്മൾ അവന്റെ കൂട്ടുകാരല്ലേ, നമ്മൾ പറഞ്ഞ അവൻ കേൾക്കാതിരിക്കില്ല. വാ. പപ്പീസേ, അല്ല പപ്പീസാറേ, നമ്മുടെ കുരിഞ്ഞുമലയിലെ പ്രൊജക്ട് കുറച്ച് വേഗത്തിലാകണം. പൈസ കൊടുക്കുന്നതിനുള്ള ജോലികൾ അവിടെ തീരുന്നില്ലെന്നാ ഒരു കംപ്ലൈന്റ്. ഞാനും ആ കാര്യം ശ്രദ്ധിച്ചിരുന്നു. കരാറുകാരെ നല്ല പോലെ പണം അടിച്ചു മാറ്റുണ്ടെന്നാ തോന്നുന്നേ. യെസ്, കമീൻ. കപിലേ, അതാരാണെന്ന് നോക്കിയേ. ആ ഗംഭീറും മോട്ടുവും എന്നെ കാണാൻ സമയം ചോദിച്ചിരുന്നു. അവരാണോ എന്ന് നോക്ക്. ചെല്ല്. പപ്പീസിന്റെ ഓഫീസൊക്കെ പപ്പീസേ, ഇരിക്കെ. ആരൊക്കെയാ ഇത്? ഗംഭീറും മോട്ടുവോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എത്ര നാളായി നാം കണ്ടിട്ട്? ശരിയാ, ഇലക്ഷനിൽ ജയിച്ചതിൽ പിന്നെ നീ കാറ്റാടിമലയിലേക്ക് അധികം വന്നിട്ടില്ലല്ലോ. അത് പിന്നെ മോട്ടു വലിയ തിരക്കിലായി പോയി. പിന്നെ കുറിഞ്ഞുമലയിൽ പുതിയ ചില പ്രൊജക്ടുകൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൂടിയാകുമ്പോ കാര്യങ്ങൾ ആകെ ജഗപൊകയ. സമയം കിട്ടുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ വന്ന കാര്യം പറയേ. കാറ്റാടിമലയിൽ നിന്ന് ഇലക്ഷനിൽ ജയിച്ച വ്യക്തി നീയല്ലേ? അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് നിന്നെ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 1-ാം തീയതി നിനക്ക് ഒഴിവുണ്ടാവോ? അടുത്ത മാസം 1-ാം തീയതി അല്ലേ കപിലേ? അടുത്ത മാസം 1-ാം തീയതി ഒഴിവുണ്ടോ എന്ന് നോക്കിയ ഡയറിയില്. 1-ാം തീയതി 1-ാം തീയതി കുറിഞ്ഞുമലയിൽ 1-2 വീട് സന്ദർശനമുണ്ട്. മോട്ടു ഗംഭീർ, ചെറിയ ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെ, അല്ല മോട്ടു, 1-ാം തീയതി എന്താ പരിപാടി? അത് 10 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വനമഹോത്സവം ഈ വട്ടം വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു. പാട്ടും കളികളും നൃത്തവും ഒക്കെ ആയിട്ടാണ് ആഘോഷങ്ങൾ. ഓഹോ, വനമഹോത്സവാണല്ലേ പപ്പി സാറേ? എന്തെങ്കിലും മാർഗം ഉണ്ടാവും? പപ്പീസ് നോക്കിയാ നടക്കൂന്നേ. നോക്ക് പപ്പീസേ, നീ ഒന്ന് ശ്രമിക്കേ. എന്റെ കപിലേ, ഒന്ന് പറയടാ. കപിലേ, നീ ഒന്നും പറയടാ. നീ പറഞ്ഞാലാ അവൻ കേൾക്കാതിരിക്കില്ല. ഓ മോട്ടു, ഞാൻ പറഞ്ഞാലും രക്ഷയില്ലേ? പപ്പി സാർ വലിയ തിരക്കില്. കുറിഞ്ഞുമലയിൽ നിന്നാണല്ലോ സാറിന് ജയിക്കാത്തൊക്കെ ഭൂരിപക്ഷം കിട്ടിയത്. അതുകൊണ്ട് കുറിഞ്ഞുമലയിൽ പുതിയ പ്രോജക്റ്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കപിലേ, എന്തൊക്കെ പറഞ്ഞാലും പപ്പീസ് കാറ്റാടിമലക്കാരനല്ലേ? അവന് വേണ്ടി കൂടിയല്ലേ ഈ വട്ടം വനമഹോത്സവം നടത്തുന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കാം. അത് മതി. പക്ഷെ 1-2 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. അതെന്താ കപിലേ? ഒന്ന്, പപ്പി സാർ ഇപ്പോ ഒരു വനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ പപ്പി സാറായിരിക്കണം പരിപാടിയുടെ മുഖ്യ ആകർഷണം. 2, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പപ്പി സാറിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ആശാനാണല്ലോ. അതുകൊണ്ട് ആശാനെ പ്രോഗ്രാമിന്റെ മുൻപന്തിയിൽ കണ്ടുപോകരുത്. പിന്നെ പപ്പി സാറിന്റെ മുഖം വെച്ചുള്ള ഫ്ലക്സുകൾ, ബോർഡുകൾ, കമാനങ്ങൾ എന്നിവ കാറ്റാടിമലയിൽ മുഴുവനിടങ്ങളിലും വേണം. ഇതിനൊക്കെ നിങ്ങൾക്ക് സമ്മതമാണോ? അത് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. എങ്കിൽ 1-ാം തീയതിയുടെ കാര്യം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. കപിലേ,
ഒരു കളിസ്ഥലത്തിൻ്റെ കാര്യം ആശാൻ വന്ന് പപ്പീസിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതിനുള്ള തീരുമാനമായോ? പപ്പി സാറിന് ആശാന്റെ പേര് കേൾക്കുന്നതിന് മുട്ടം കലിപ്പ. കളിസ്ഥലത്തിന്റെ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അത് സൂചിപ്പിക്കാം. എന്നാ നിങ്ങൾ പൊയ്ക്കോളൂ. അല്ല, പപ്പീസ് വന്നിട്ട് പോയാ പോരെ? എന്നാ നിങ്ങളൊന്ന് പോയത് തന്നെ. മോട്ടു, പപ്പി സാർ ഇപ്പോൾ തിരക്കുള്ളൊരു വനപ്രവർത്തകനല്ലേ, അതിനാൽ ഫോൺ വിളി ഇപ്പോ തീരുന്ന് പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ പോവാൻ നോക്കിക്കോ. എന്നാ ശരി, എന്നാ ഞങ്ങൾ പോട്ടെ. എന്നാ കപിലെ പോട്ടെ. ടാറ്റാ. ഗംഭീരേ, നോക്ക്, ആശാൻ കുറച്ച് പൂക്കളുമായിട്ട് വരുന്നുണ്ട്. ഈ പരിപാടി ആശാൻ കോളോ ആക്കൂടാ. മോട്ടു, ഒരു മിനിറ്റ്. ആശാന്റെ ഉദ്ദേശം എന്താന്ന് ഞാനൊന്ന് ചോദിച്ചേരട്ടെ. നീ പോയി ചോദിച്ചു നോക്ക്. ആശാനെ, പൂക്കള് അടിപൊളിയായിട്ടുണ്ടല്ലോ. അതെ ഗംഭീരേ, കുറിഞ്ഞിമലയുടെ എല്ലാമായ പപ്പീസ് ആണല്ലോ ഇന്നിങ്ങോട്ട് വരുന്നത്. അവനെ പൂക്കൾ കൊടുത്ത് സ്വീകരിക്കണ്ടേ? വനമഹോത്സവത്തിന് അവനെ ക്ഷണിക്കാൻ പോയ കാര്യങ്ങള്, അവൻ പറഞ്ഞ കഥകളും ഞങ്ങൾ ആശാനോട് പറഞ്ഞിരുന്നല്ലേ? ഓ, അങ്ങനൊരു കാര്യമുണ്ടല്ലോ, ഞാനത് ഓർത്തില്ല. ഗംഭീരേ, ഇതേ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറക്കമൊഴിച്ച് ഞാൻ ഉണ്ടാക്കിയ ബൊക്കയാണിത്. ഇത് നീ തന്നെ അവന് കൊടുക്കണം. ദാ. എന്താ ഗംഭീരേ, ആശാൻ ഇന്ന് മൊത്തം സെന്റിയാണല്ലോ. നീ പോയിട്ട് എന്താ ആശാനോട് പറഞ്ഞത്? കപില് പറഞ്ഞ 2-3 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചു, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും ആശാൻ കാണിച്ച ഒരു മണ്ടത്തരമാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. ഇലക്ഷന്റെ സമയത്ത് എന്തിനാണ് ആശാൻ പീലിയെ പിന്തുണച്ചത്? ഗംഭീരേ, നീ ഓർക്കുന്നുണ്ടോ? ഇലക്ഷൻ വന്നപ്പോ ഒരു നാട്ടുകൂട്ടം പോലും ചേരാതെ, നമ്മോട് ഒരു വാക്ക് പോലും ചോദിക്കാതെയാ ആശാൻ പീലിയെ പിന്തുണച്ചത്. ദാ നോക്ക്, സമയായിട്ടോ. ഈ കസാരയും കൂടി ഇട്ടാ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ഇവിടെ കിടക്കട്ടെ. ഗംഭീരേ, കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഹലോ ചെക്ക് ചെക്ക്. ഹലോ ചെക്ക് ചെക്ക്. ഹലോ 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 ചെക്ക്. അല്ല ഗംഭീരേ, പപ്പീസിന് മാത്രം ഒരു കസാര ഇട്ടാ പോരെ? അത് മതി, അല്ലെങ്കിൽ ആശാൻ കയറിയിരിക്കും. ഹലോ ചെക്ക് ചെക്ക്. ഹലോ ചെക്ക്. അതെ, മൈക്കൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് വെച്ചതാ. ഓക്കെ ഓക്കെ, ഡബിൾ ഓക്കെ. കപിലേ, ആശാൻ പരിപാടിക്ക് ഉണ്ടാവോ? ഉണ്ടാവും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടായാ തന്നെ മുൻനിരയിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കടുപ്പമായി പോയോ? എന്തൊക്കെ പറഞ്ഞാലും ഈ കാറ്റാടി മലയുടെ എല്ലാമാണ് നമ്മുടെ ആശാൻ. പപ്പി സാറേ, ആശാൻ പീലിക്ക് പിന്തുണ കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു തന്ന ഐഡിയ കൊണ്ടാ നീ ജയിച്ചത്. ഇലക്ഷൻ സമയത്ത് നിന്നോടൊപ്പം ഒരൊറ്റ കാറ്റാടി മലക്കാരൻ നിന്നില്ലേ? അന്നീ ഞാൻ ഉൾപ്പെടെ പോയി കുറിഞ്ഞോലിയിൽ പ്രവർത്തിച്ചുകൊണ്ടാ നിനക്ക് 4 വോട്ട് കിട്ടിയത്. ആ ഓർമ്മ നിനക്ക് എപ്പോഴും വേണം കേട്ടാ. ശത്രു എന്നും ശത്രു തന്നെയാണ്, മനസ്സിലായിക്കോ? പപ്പീസും കപിലെത്തി. കൊടുക്ക് കൊടുക്ക്. വെൽക്കം വെൽക്കം. വരൂ വരൂ. വാ പപ്പീസേ. എവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കാം. വാ വാ, ഇരിക്കും പപ്പീസേ. കൊള്ളാം, നല്ല സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ. ഗംഭീരേ, പിടിക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ വനമഹോത്സവത്തിന്റെ അവസാന ദിവസത്തെ പൊതുസമ്മേളനം ഇവിടെ ആരംഭിക്കുകയായി. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി മൂട്ടുവനെ ഞാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഉദ്ഘാടകനും വനപ്രതിനിധിയുമായിരിക്കുന്ന പപ്പി സാറിനെ
ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് പപ്പി സാറിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ദാ സാറേ. ക്രിക്കറ്റിലും ഫുട്ബോളിലുമെല്ലാം ചില മഹത് വ്യക്തികൾ വിരമിച്ചു കഴിഞ്ഞാൽ അവർ ജേഴ്സിയിൽ ധരിച്ച നമ്പറുകൾ അവർക്കൊപ്പം വിരമിക്കുന്ന പതിവുണ്ട്. അതുപോലെ ഈ വനമഹോത്സവത്തിന്റെ അധ്യക്ഷം വഹിക്കേണ്ട വ്യക്തി വിരമിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു അധ്യക്ഷനില്ലാതെ ഞാൻ ഉദ്ഘാടനം നടത്തുന്ന ആദ്യത്തെ പ്രോഗ്രാമായി ഈ വനമഹോത്സവം മാറി എന്നതിൽ എനിക്ക് ഏറെ വിഷമമുണ്ട്. എങ്കിൽ തന്നെയും ഒരു മാറ്റം എന്നും അനിവാര്യമാണ്. ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഈ കാറ്റാടി മലയിൽ നിന്ന് എനിക്ക് വോട്ട് കുറഞ്ഞാലും കുറിഞ്ഞുമലക്കാർ എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചു. അങ്ങനെ ഞാനൊരു വനപ്രതിനിധിയായി മാറി. എന്റെ കൂടെ നിൽക്കുമെന്ന് കരുതിയ പലരും വോട്ട് മാറ്റി കുത്തി. എന്നെ തോൽപ്പിക്കാനായി ഇരിക്കുന്ന സ്ഥാനത്തിന്റെ വില മറന്നും ചിലർ പ്രവർത്തിച്ചു. കാർമേഘത്തിന് എത്ര സമയം സൂര്യനെ മറച്ചു പിടിക്കാൻ കഴിയുമെന്ന കാര്യം ആരും ഓർത്തില്ല. അതുകൊണ്ട് അധികമൊന്നും ദീർഘിപ്പിക്കാതെ ഈ വനമഹോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അല്ല ഗംഭീരെ, പപ്പീസ് നമ്മുടെ ഗ്രൗണ്ടിന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചില്ലല്ലോ. നീ അത് ശ്രദ്ധിച്ചോ? ഇതിപ്പോ ആശാനെ പണക്കം ചെയ്തു, കളിസ്ഥലോട്ടും കിട്ടിയില്ല. അതെ, ആകെ മൊത്തം പെട്ടില്ല മോട്ടു. ശരിയാ. മോട്ടു, ആ സാറേ. അടുത്ത കാര്യപരിപാടി എന്താ? അധ്യക്ഷനില്ലല്ലോ, ശരിയാ. യോഗ അവസാനിപ്പിക്കണ്ടേ? ഓ, പപ്പി സാറേ, ഞാനത് മറന്നുപോയി. സോറി കേട്ടോ. അടുത്തതായി നന്ദി പ്രകടനമാണ്. അത് ഞാൻ തന്നെയാണ്. എന്നാൽ തുടങ്ങട്ടെ. മോട്ടു, ഞാൻ നന്ദി പറയാം. അല്ല മോട്ടു, നന്ദി ഞാൻ പറഞ്ഞോളാം. തരൂ. പപ്പീസേ, എന്താ ചെയ്യാ? അതിപ്പോ ഇത് ഇങ്ങനെ ശരിയാവാ? മോട്ടു, ഒന്നും നോക്കണ്ട, നീ തന്നെ യോഗം പിരിച്ചു കിട്ടോ. അതെ, അതിപ്പോ അങ്ങനെ വേണം. ആശ വന്ന നിലയ്ക്ക് എന്റെ അമ്മേ. പ്രിയമുള്ളവരെ, അധ്യക്ഷനില്ലാത്ത ഈ പൊതുയോഗം ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട പപ്പി സാറിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. കാറ്റാടി മലയ്ക്കേറെ പരിചിതനായ ഈ പപ്പീസിനെ ഞങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് ഏറെ പങ്കുവഹിച്ച കപിൽ സാറിനും ഞാൻ നന്ദി അറിയിക്കുന്നു. കളിക്കാനായി ഒരു കളിസ്ഥലം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ വനമഹോത്സവം സംഘടിപ്പിച്ച് അതിനായി ഏറെ കഷ്ടപ്പെട്ട ഈ മോട്ടുവിനോടും ഗംഭീറിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ ഈ വനമഹോത്സവത്തിൽ സ്റ്റേജിലിരിക്കാനായിട്ട് ഒരു അധ്യക്ഷനില്ലാതെ പോയില്ലേ, ആ അധ്യക്ഷന് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. 1-2 കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ കാറ്റാടി മലക്കാർ എന്നെ കാണുന്നത് നിങ്ങളുടെയൊക്കെ ആശാനായാണ്. ഈ കാറ്റാടി മലയിൽ എനിക്ക് മുമ്പും ഒരുപാട് ആശാമാരുണ്ടായിരുന്നു. അതിലൊരു ആശാനായിരുന്നു പാലി. ഈ പാലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഈ കാറ്റാടി മലയിൽ വലിയൊരു മഹാമാരി വന്നു. ഒരുപാട് പേർ മരിച്ചു. വന്നുപെട്ടിരിക്കുന്ന അസുഖം ഒരു മഹാമാരിയാണെന്ന് പോലും ഈ കാറ്റാടി മലക്കാർ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ പാലി അന്ന് എങ്ങനെയോ ആ കാര്യം തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ കൊറോണ കാലത്ത് നമ്മളെല്ലാം ശീലിച്ചതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസ് എന്നൊരാശയം അന്ന് പാലി നടപ്പിലാക്കി. ഈ കാട്ടിൽ അസുഖം വരാത്തവരെ എല്ലാവരെയും കൂട്ടി പാലി മുത്തപ്പൻകുന്ന് കയറി ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരെ താമസിപ്പിച്ചു. അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ നോക്കി. രാത്രികാലങ്ങളിൽ മുത്തപ്പൻകുന്നിറങ്ങി വന്ന് കാറ്റാടി മലയിൽ രോഗം മൂർച്ഛിച്ചു കിടക്കുന്നവരെയും പാലി തന്റെ കരങ്ങളിൽ താങ്ങി. അവരിൽ പലരും പാലിയുടെ കരങ്ങളിൽ കിടന്നാണ് മരിച്ചത്. ഒടുവിൽ പാലിയും രോഗം പിടിപെട്ട്
ആരാലും ശുശ്രൂഷിക്കപ്പെടാതെ ഈ കാറ്റാടിമലയിൽ കിടന്നാണ് മരിച്ചത്. പറഞ്ഞാലെന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് തോന്നണേ. അന്ന് പാലി മുത്തപ്പൻകുന്നിൽ കൊണ്ടുപോയി താമസിപ്പിച്ചവര് ഒരാൾക്ക് പോലും രോഗം പിടിപെട്ടില്ല. മാസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ ഞങ്ങൾ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. ഒരു ശവപ്പറമ്പായി ഈ കാറ്റാടിമല മാറിയിരുന്നു. അന്ന് മുത്തപ്പൻകുന്നിറങ്ങി വന്നവരിൽ ഈ വമ്പനുമുണ്ടായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയ ഞങ്ങൾ എല്ലാവരും അന്നൊരു തീരുമാനത്തിലെത്തി, ഈ കാറ്റാടിമലയ്ക്കും സ്വന്തമായ ഒരു ഡോക്ടർ വേണമെന്ന്. വർഷങ്ങൾക്ക് ശേഷം ഈ കാറ്റാടിമലയിൽ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് ഡോക്ടർ പഠനത്തിനായി മുത്തപ്പൻകുന്നിലേക്ക് അയച്ചു. അത് മറ്റാരുമായിരുന്നില്ല, ഈ കാറ്റാടിമലയ്ക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ പാലിയുടെ മകളായ പീലിയായിരുന്നു. പീലി പഠിച്ചു വളർന്ന ഡോക്ടറായി വീണ്ടും ഉപരിപഠനം നടത്തി തിരിച്ചു വരാൻ നേരത്താണ് ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. ഓ, അപ്പോ അതായിരുന്നു കഥ. പാലിയുടെ മകളായതുകൊണ്ടും പാലി നാടിനു വേണ്ടി ജീവൻ വെടിഞ്ഞതുകൊണ്ടുമാണ് ഞാനന്ന് പീലിയെ പിന്തുണച്ചത്. ഇനിയുള്ള കഥകൾ എല്ലാം നിങ്ങൾക്കറിയാം. ഗംഭീരേ, ഈ നല്ല കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോടാ. ശരിയാ. കഷ്ടമായിപ്പോയി. പീലിയെ പിന്തുണയ്ക്കാനുള്ള ആശാന്റെ തീരുമാനം മണ്ടത്തരമായെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇവിടെ ജയിച്ചത് പീലിയല്ല, പപ്പീസാണ്. ഒരുപക്ഷെ പാലി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ വനമഹോത്സവത്തിന്റെ അധ്യക്ഷൻ തീർച്ചയായും പാലിയാകുമായിരുന്നു. ഇതുവരെ ഞാൻ പറയാത്ത ആ പാലിയെ ഓർത്തെടുക്കാൻ പപ്പീസ് ഒരവസരം തന്നതിന് പപ്പീസിനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ആശാനെ, പാവം ആശാൻ. ആശാനെ, ശ്ശോ. എന്ത് ചെയ്യും നമ്മളിനി? ആശാനെ, ഗംഭീരേ, ആശാനെ, 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 സോറി ആശാനെ. ആശാനെ, മാപ്പ് തരണം. ആശാനെ വേദനിപ്പിച്ചതിന് എനിക്ക് മാപ്പ് തരണം. ആശാനെ, സോറി. പാലിയെയും പീലിയെയും പറ്റി ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ മത്സരിക്കാൻ ഞാൻ പപ്പീസിനെ നിർബന്ധിക്കില്ലായിരുന്നു. ഗംഭീരേ, കപിലേ, അതൊക്കെ കഴിഞ്ഞില്ലേ? നിങ്ങളുടെ സമയം കളയണ്ട. തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. സോറി ആശാൻ. ആശാനെ സോറി. ആശാനെ, ആശാനെ സോറി. ആശാനെ സോറി. ആശാനെ. ക്ഷമിക്കണം എന്തിനു ആശാനെ. മോട്ടു? നിങ്ങൾ സോറി പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ചരിത്രം അറിയാത്തവരാണ്. നമ്മുടെ പൂർവികരുടെ ചരിത്രം ഒരിക്കലും നാം മറന്നു പോകരുത്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് ജാഗ്രതയോടെ പ്രവർത്തിച്ച ആ രാത്രിയുടെ ഒരു ഓർമ്മ തലമുറകൾ തോറും ഇസ്രായേൽ മക്കൾ ഉറക്കമൊളിച്ചിരുന്ന് കർത്താവിന്റെ ബഹുമാനത്തിനായി ഇന്നും യഹൂദർ ആചരിക്കുന്നുണ്ട്. കാരണം ചരിത്രത്തെ മറന്ന് ഒരിക്കലും നമ്മൾ ജീവിക്കാൻ പാടില്ല. മോട്ടു, ഗംഭീരേ, നിങ്ങളുടെ കലിസ്ഥലത്തിന്റെ കാര്യം ആശാൻ എന്നോട് പറഞ്ഞിരുന്നു. അത് ഉടനടി ഞാൻ നിങ്ങൾക്ക് നടപ്പിലാക്കി തരാം. അതുപോലെ ഈ കാറ്റാടിമലയ്ക്ക് എന്താവശ്യം വന്നാലും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. ആശാനെ, ദേ ഈ പപ്പീസിനെ ഒന്ന് നോക്കിക്കേ. പപ്പീസിന്റെ മുഖത്ത് ഞാനൊരാളെ കാണുന്നുണ്ട്. അതാര്? ദേ, പപ്പീസ് ഇപ്പോ സക്കേവൂസായി മാറിയിരിക്കുന്നു. അപ്പോ സിക്കപ്പൂർ മരം എവിടെ? ആ കാണുന്ന സ്റ്റേജാണ് ആശാനെ സിക്കമൂർ മരം.